ഈ ബിസിനസ് സക്സസിൻ്റെ ഒരു ക്രൈറ്റീരിയ ആ. വെറും ലാഭം മാത്രമാണെന്നുണ്ടെങ്കിൽ അതെ. സക്സസ്ഫുള്ളായിട്ടുള്ള പല ബിസിനസ്സുകാരും ആ. വളരെ ഹാപ്പി ആയിരുന്നിരിക്കും. അതെ, സത്യം. ബിൽ ഗേറ്റ്സിന് ഒരിക്കലും ഒരു ഡൈവോഴ്സ് വരില്ല. സത്യം. എനിക്കൊന്ന് ഇതിൻ്റെ സമയത്തല്ലേ, കോവിഡിൻ്റെ സമയത്ത് അതെ. മറ്റേ ഇലോൺ മാസ്കിന് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ടാവില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യത്തില്ല. അതെ അതെ അതെ. നമ്മുടെ ഡോക്ടർ റോയ്സാറിനെ പോലെയൊക്കെ ഉള്ളവർ. അതെ അതെ. അപ്പം ഇതിനകത്തൊരു ഇക്വിലിബ്രിയം ആവശ്യമാണ്. എന്ന് പറയുമ്പം ബിസിനസ് സക്സസ്സിനോടൊപ്പം തന്നെ നമുക്ക് സമാധാനം വേണം, നമുക്ക് ഹാപ്പിനെസ് വേണം. അപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ബിസിനസ്. ഇപ്പോൾ പല സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ്സുകാരും പറയുന്നത് എൻ്റെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഒരു ദിവസം ഇല്ലെങ്കിൽ എല്ലാം കുളമാകുന്നു. അതെ അതെ അതെ. അപ്പോൾ അതൊരു ബിസിനസ് അല്ല. അത് ശരിക്കും ആ പ്രോപ്പർ ഡെലിഗേഷൻ സംഭവിക്കാത്തതുകൊണ്ടാണ്. അവർക്ക് ആ ഒരു സെക്കൻഡ് ഗ്രേഡ് ലീഡർഷിപ്പ് ഇല്ല. ഇയാൾ വേറെ ആരെയും വിശ്വാസവും ഇല്ല, ആരെയും വളർന്നു വരാനോട്ട് അനുവദിക്കത്തുമില്ല. പുള്ളിയുടെ വിചാരം എനിക്ക് ശേഷം പ്രളയം എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ അതൊരു നല്ലൊരു ബിസിനസ് മോഡലല്ല. അങ്ങനെ ഇതിൽ ഒരു ലെഗസി നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം വേണം. അതെ. ലാഭത്തോടൊപ്പം മനസ്സമാധാനം വേണം. മനസ്സമാധാനത്തോടൊപ്പം തന്നെ നമുക്ക് ഹാപ്പിനെസ് വേണം. അപ്പോൾ ഇതിന് ബേസിക്കലി നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതെ അതെ. അപ്പോൾ ഈ ഞാനൊരു 70-ൽ പരം രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. ഓരോ രാജ്യങ്ങൾ പോകുമ്പോഴും നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണ രീതി, അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാണ്, പിന്നെ അവരുടെ ഈ ബിസിനസ് വിജയത്തിൻ്റെയൊക്കെ ഒരു രഹസ്യം എന്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ ഡിസിപ്ലിനാണ്. കൃത്യമായ ഡിസിപ്ലിൻ, കൃത്യമായ അച്ചടക്കബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക, തൊഴിലാളികളുമായിട്ടുള്ളൊരു ബന്ധം, തൊഴിലാളികൾ സ്റ്റാഫുമായിട്ടുള്ള ഒരു റിലേഷൻ, ഇതൊക്കെ വളരെ മനോഹരമാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും, നന്നായി ബിസിനസ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും. പക്ഷേ അവർക്ക് പലപ്പോഴും സമാധാനമില്ല. ബ്രോക്കൺ റിലേഷൻഷിപ്സ്, ഡൈവോഴ്സസ്, പിന്നെ ഈ പറയുന്ന പോലെ പല രാജ്യങ്ങളിലും സൂയിസൈഡും അതും ഇതുമൊക്കെ. വേറാസ് ഈ ഓറിയൻ്റൽ കൺട്രീസ്, ഈസ്റ്റേൺ കൺട്രീസ്, ഇപ്പോൾ ഇന്ത്യ, ജപ്പാൻ, ചൈന, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് കുറവാണ്. അവർക്ക് സമാധാനം ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളർന്നു വരുന്ന ഡൈവോഴ്സ് റേറ്റുകളും പിന്നെ എന്താ പറയുക എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകളും അതും ഇതൊക്കെ നോക്കാമെങ്കിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൂലകാരണം സ്ട്രെസ്സ് തന്നെയാണ്. ബിസിനസ്സിൽ നിന്ന് വരുന്ന സ്ട്രെസ്സ്, നമ്മൾ സ്റ്റാഫിനെ വിശ്വാസത്തിലെടുക്കായ്മ, പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. നമ്മൾ അതിനകത്തോട്ട് എന്ത് ഫീഡ് ചെയ്യുന്നോ അതായിരിക്കും നമുക്കൊരു ഔട്ട്കമ്മായിട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും ഒരുപാട് ലിമിറ്റുണ്ട്. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും റീസണിങ്ങുമായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സൈലൻ്റ് ആണ്. പക്ഷേ നമ്മളിപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിള്, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളവരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കൂടുതൽ എന്താ പറയുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്ത് ഔട്ട്കമ്മാണ് വേണ്ടത്, എന്ത് റിസൾട്ടാണ് വേണ്ടത്, ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മളിങ്ങനെ നിരന്തരം ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ അനുസരിച്ച് പറയുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ബിസിനസ്സിന് മൈൻഡ് സെറ്റ് എത്രത്തോളം ക്ലിയറാണ്, പിന്നെ നമ്മളെങ്ങനെ നമ്മുടെ സ്റ്റാഫോ അവരവരൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, പിന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമറെ എങ്ങനെ, കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പണ്ട് പറയുന്നത് അത് ഇന്നും ഒരു ആപ്തവാക്യം തന്നെയാണ്. പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എത്രത്തോളം കസ്റ്റമറിന് പ്രാധാന്യം കൊടുക്കുന്നു. നമുക്ക് കസ്റ്റമർ ഒരിക്കലും പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിൻ്റെ വില കൂടിയത് കൊണ്ടോ ഒന്നും നമ്മളിൽ നിന്ന് പോകത്തില്ല. കസ്റ്റമർക്കൊരു ഫീല് കിട്ടണം. അതായത് പിന്നെ നമ്മൾ അവന് വിൽക്കുന്നതിലുപരി അവൻ നമ്മളെ വാങ്ങിക്കുന്നു എന്നുള്ളൊരു ഫീൽ, ആ ഫീല് കിട്ടണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഫീല് ഉണ്ടാകാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോളിസ്റ്റിക് ബിസിനസ് എന്ന് പറയുമ്പം
പിന്നെ അതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കസ്റ്റമർക്ക് അവനൊരു കിങ് ആണ്, രാജാവാണ് എന്നുള്ളൊരു ഫീല് കിട്ടുന്ന ആ ഒരു അന്തരീക്ഷത്തിലോട്ടായിരിക്കണം നമ്മുടെ നെഗോഷിയേഷൻസ്. നമ്മുടെ സ്റ്റാഫിനെ പോലും അങ്ങനെ തന്നെ ഇതാകണം. പിന്നെ ഈ മാർക്കറ്റിങ്ങിലൊക്കെ ഏറ്റവും കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വാട്ട് എവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് യു മേ ഹാവ്, ഇഫ് ദ എൻ കസ്റ്റമർ ഡസൻ നോ അബൌട്ട് ഇറ്റ് ദെൻ നോ യൂസ്. യെസ്, അതെ അതെ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ സാധ്യതകൾ നമ്മൾ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ എൻ കസ്റ്റമർക്ക് ത്രൂ ഔട്ട് ദ ഡേ വിസിബിൾ ആയിരിക്കണം. വിസിബിൾ ആകുമ്പോൾ ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറയണ്ടേ, ഒരുപാട് NRIs ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ പല ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് അതിന് തക്കതായ ഒരു ROI ഒരിക്കലും കിട്ടുന്നില്ല. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ദേ ആർ മിയർ ഇൻവെസ്റ്റേഴ്സ് ഓൺലി. ദേ ഡോണ്ട് ഹാവ് എനി പ്രൊഫഷണലിസം. അപ്പോൾ അവർ ആരെങ്കിലും പേരിന് ആളെ വയ്ക്കും. ഇപ്പം ഞാൻ താമസിച്ചൊരു ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു, പൈസ ഒരുപാട് ഇങ്ങനെ പമ്പ് ചെയ്തിട്ടുണ്ട്, ആളെ വെച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്രൊഫഷണൽസ് ഇല്ല, കൃത്യമായ ട്രെയിനിങ് ഇല്ല, കൃത്യമായ ഈ വിസിബിലിറ്റി കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല, പിന്നെ ഈ കൃത്യമായ ഫീഡ്ബാക്ക് എടുക്കലും അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ പിന്നെ അതിൻ്റെ ഓണറോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, അങ്ങ് ഇതിൻ്റെ കൃത്യമായ കസ്റ്റമർ ഫീഡ്ബാക്കൊക്കെ എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ, ഞാൻ ആരെയും കാണാറില്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു ബിസിനസ്സിന് ഒരു കൺസൾട്ടൻ്റ്, ഒരു കോച്ചിൻ്റെ സർവീസ് അനിവാര്യമാണ്. അതില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം എന്തൊക്കെ അവകാശപ്പെട്ടാലും ശരി, ഇപ്പം എക്സാമ്പിൾ ഒരു രോഗി ഡോക്ടറുടെയൊക്കെ പോകുന്നു. ഇപ്പം ഇന്ന് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ സ്വയം ചികിത്സയ്ക്കൊക്കെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നു. ചികിത്സിച്ച് കുളമാക്കും എന്നുള്ള, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും നടക്കത്തില്ല. നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ ആ പ്രൊഫഷൻ്റെ ഒരു പിന്നെ അതോറിറ്റി എന്ന് പറയാവുന്ന ഒരു ഡോക്ടറുടെയൊക്കെ പോയി കാര്യങ്ങൾ അദ്ദേഹം നന്നായിട്ട് പഠിച്ച് അതിന് കൃത്യമായി മരുന്ന് തന്നു കഴിഞ്ഞാൽ രോഗം ഭേദമാകത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അവിടെ പോയത് കൊണ്ട് മാത്രം നമ്മുടെ രോഗം ഭേദമാകണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് പിന്നെ ഏത് ബിസിനസ്സിലും ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അല്ലേ. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അങ്ങേക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ചോദിക്കും, എന്താണ് അങ്ങയുടെ പ്രശ്നം? അപ്പം അങ്ങയുടെ പ്രശ്നങ്ങൾ അങ്ങയോളം അറിയാവുന്ന മറ്റൊരാളുണ്ടാകും. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഞാനുണ്ടെങ്കിൽ നല്ല ബിസിനസ് നടക്കും, ഞാനില്ലെങ്കിൽ ഒരു ബിസിനസ്സും നടക്കത്തില്ല. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, കാരണം എന്നെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാം, അവർ തനിയെ വന്നോളൂ. അതൊരു പ്രിമിറ്റീവ് തിങ്കിങ് ആണ്. കുറച്ച് കാലം ആരെങ്കിലുമൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു ബിസിനസ്സുകാരൻ്റെ ചിന്തയല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അത് തന്നെയല്ല, നമ്മളറിയാതെ പിന്നെ വളരെ ഇന്നൊവേറ്റീവ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒത്തിരി കോമ്പറ്റീഷൻ മാർക്കറ്റിലുണ്ട്. നമ്മുടെ വിചാരം നമ്മൾ പരമ്പരാഗതമായിട്ട് ഇത് ചെയ്യുന്നതാണ്, നമ്മളെ തിരക്ക് വരുന്നവർ വന്നാൽ അതല്ല. കാലത്തിനനുസരിച്ച് കോലവും മാറിക്കൊണ്ടിരിക്കും. അത് മാറിയില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. ഇപ്പം അങ്ങ് ഇപ്പോൾ ഒരുപാട് കൺട്രികളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ എനിക്ക് ഖത്തർ എയർവേസിൻ്റെ അല്ലേ കൺട്രി ഹെഡായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രയോ വർഷത്തെ പഠനമാണ് നമുക്ക് ഒരു യാത്രയിലൂടെ കിട്ടുന്നത്. അപ്പം കമ്പയർഡ് ടു ഇന്ത്യൻ മാർക്കറ്റിലെ കേരള മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെ രീതി ഒന്ന് വിശദമാക്കാമോ? നമുക്ക് വേണ്ടതൊരു ഗ്ലോബൽ വിഷനാണ്. ഓക്കെ, ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഒരു കുട്ടി അച്ഛനോട് പറയുന്നു, കുറേ കപ്പലുകൾ പോകുന്നല്ലോ, എന്താണ് അതിൽ പോകുന്നത്, ചരക്കുകളാണോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ മകളോട് നല്ല മോളെ ഇത് സ്വപ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാനുള്ളൊരു കഴിവാണ്. നമ്മൾ വി ഷുഡ് നോട്ട് റെസ്ട്രിക്റ്റ് അവർ സെൽഫ് ടു സർട്ടൻ ലിമിറ്റ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ എവിടെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആകാശമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇപ്പം വിദേശത്തൊക്കെയുള്ള ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് സക്സസ്ഫുള്ളായിട്ടുള്ള, ഇപ്പം തോമസ് ആൽവ എഡിസൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വളരെ ചെറിയ രീതിയിൽ ചെറിയ പണികൾ ജീവിച്ച ആളാണ്. ഈ ബൾബ് കണ്ടുപിടിക്കുന്നതിലൊക്കെ തന്നെ പുള്ളി ഏതാണ്ട് 1000-ഓളം പ്രാവശ്യം പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞാൽ ഈ 999 തവണയും ഇങ്ങനെയല്ല ബൾബ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. നമ്മളൊക്കെയാണ് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഇടും. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തൊരു അതോറിറ്റിയാണ്, ഞാൻ എൻ്റെ കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കുന്നു, ഞാൻ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും.
ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ തേപ്പൊട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു അയൺ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കുക. ഇന്നിപ്പോൾ സ്റ്റീം അയണിങ്ങും മറ്റേ ഏത് ടെമ്പറേച്ചറിൽ ഏത് തുണി എങ്ങനെ ചെയ്യണം, അങ്ങനെ ഓരോ സമയത്തും നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളവിടെ അങ്ങ് സ്ട്രക്കായി പോകും, സ്റ്റാഗ്നൻ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു സ്റ്റാഗ്നേഷൻ ഒരിക്കലും സംഭവിക്കരുത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കൊടാക്ക് ക്യാമറയ്ക്ക് പറ്റിയ അബദ്ധമല്ല, അപ്പോൾ അതാണ് അവർ വാനിഷായി പോലും, അത് ഇതായിപ്പോയി. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഫിലോസഫിക്കലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് സർവൈവ് ചെയ്യാൻ 2 ഹോൾസ് മതി എന്നാണ് പറയുന്നത്. ഒന്ന് ഇൻപുട്ടിനും ഒന്ന് ഔട്ട്പുട്ടിനും. ബാക്കിയെല്ലാം ആഡംബരമാണെന്നാണ്. കൈ ആഡംബരമാണ്, കാല ആഡംബരമാണ്, എല്ലാം ആഡംബരമാണ്, വസ്ത്രങ്ങൾ ആഡംബരമാണ്. ഇത് കാരണം ജനിച്ചവൻ നാളെ മരിക്കും. ജനനം മുതൽ മരണത്തിലോട്ടുള്ളൊരു യാത്രയാണ്. സത്യം. അപ്പോൾ ഈ യാത്രയിൽ എന്തിനാ ഈ ആഡംബരങ്ങളിലേക്ക് ആവശ്യം? പക്ഷെ മനുഷ്യൻ്റെ ആ ഒരു ഉത്കൃഷ്ടതാബോധം അതാണ് അവനെ ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലോട്ട് കൊണ്ടുവന്നത്. നിരന്തരമായ പരിശ്രമം, നിരന്തരമായ ഈ പരിശ്രമങ്ങളാണ് അവനെ പിന്നെ മാറ്റങ്ങളിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. ഈ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഷാങ്ക്സ്പോണി എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാദങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഷാങ്ക്സ്പോണിയ, പാദങ്ങൾ ഉപയോഗിച്ച്. പിന്നെ ബുള്ളറ്റ് കാർട്സിൽ ചെറിയ ചക്രങ്ങൾ, പിന്നെ പതുക്കെ ചെറിയ വഴികളുണ്ടായി. അവിടെ ഈ ഡൊമസ്റ്റിക് ആനിമൽസ് കുതിരയും കഴുതയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അങ്ങനെ ചെറിയ വാഹനങ്ങൾ, സൈക്കിള്, അതായത് അങ്ങനെ വന്ന് ഇന്നിപ്പോൾ സ്പേസിൽ പോവുകയാണ്. സത്യം, സ്പേസിൽ പോകുന്നു. അപ്പോൾ അവന് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിൽ പലർക്കും പല ഐഡിയാസും നല്ല ബുദ്ധിയും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം അങ്ങ് പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മടി അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷനാണ്. ഒരു ബിസിനസ്സുകാരന് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിഷൻ, പിന്നെ അവൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ കൊണ്ടുപോവുക, നല്ല ലീഡർഷിപ്പ്. നല്ല ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും എൻ്റെ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ഹെഡാണെങ്കിൽ ഞാനൊരു കുടുംബനാഥനെ പോലെയാണ്. ഞാൻ ആൾക്കാരെ മനസ്സിലാക്കി കൃത്യമായിട്ട് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് ഒരു ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കി അവരിലെ മാക്സിമം ഔട്ട്കം പുറത്തു കൊണ്ടുവരാവുന്ന വിധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം. ഇപ്പോൾ പല ഈ കമ്പനികളിലും ടീം ലീഡേഴ്സ് അങ്ങനെയൊക്കെ കാണും. അപ്പോൾ നമ്മൾ ആ ടീം ലീഡേഴ്സിനൊക്കെ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാനാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഹെഡ്. അത് പറയുമ്പോഴത്തേക്ക് അവനൊരു റിക്കഗ്നേഷനാണ്, ഒരു അഭിമാനമാണ്. അപ്പം പിന്നെ ഐ അപ്ലൈ ദിസ് മെത്തേഡ് ഹിയർ, ഞാൻ ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും എൻ്റെ ബോസിന് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ ആ ഒരു ഔട്ട്കം മാക്സിമം ആക്കാൻ വേണ്ടിയുള്ള ചില ടെക്നിക്കുകളാണ്. ഒന്ന് ആദ്യം അവന് റെക്കഗ്നിഷൻ കൊടുക്കുന്നത്, അതെ ഞാനാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. 2 ഇതൊക്കെയാണ് എൻ്റെ ഐഡിയാസ്. പിന്നെ ഇതിൽ നിന്ന് വരുന്ന റിസൾട്ട് ഞാൻ ഡേ ടു ഡേ എൻ്റെ ബോസിനെ ഇത് ചെയ്യുന്നു. ഇതിലെല്ലാം അവൻ ഹാപ്പിയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും മനുഷ്യന് ഇച്ചിരി സാലറിയൊക്കെ കൂട്ടി കൊടുത്താൽ അവൻ ഹാപ്പിയാണ്. ഒരിക്കലും അല്ല. പണ്ട് ഒരു കമ്പനിയിൽ അവരൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ കൊണ്ടുവന്നു, എന്തുകൊണ്ട് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല. അപ്പോൾ ഇയാൾ പോയി തൊഴിലാളികളൊക്കെ സംസാരിച്ചപ്പോൾ തൊഴിലാളികൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ഈ വർക്ക്സ് മാനേജർ എന്ന് പറയുന്നത് ആൾ കുറച്ച് ഒരു മൂശേട്ടയാണ്, അയാൾ നന്നായിട്ട് പെരുമാറില്ല, ഞങ്ങൾ എത്രയൊക്കെ ജോലി ചെയ്താലും അയാൾ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തന്തയ്ക്ക് വിളിക്കും. ഞങ്ങളുടെ ആ ഒരു സ്വാഭിമാനം പോവുകയാണ്. അപ്പോൾ ഈ സ്വാഭിമാനമൊക്കെ പണയപ്പെടുത്തി കഴിഞ്ഞാൽ ആർക്കായാലും പണി ചെയ്യാൻ തോന്നില്ല. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ പണി ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ പുതിയ പയ്യൻ ഒരു MBA-കാരൻ നല്ലൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി മാനേജ്മെൻറ്റിന് കൊടുത്തു. അപ്പോൾ മാനേജ്മെൻറ്റ് നോക്കിയപ്പോൾ ഇത് സംഭവമെല്ലാം ശരിയാണ്. അപ്പോൾ ഇവർ ഈ പയ്യനോട് ചോദിച്ചു, നിനക്ക് വർക്ക്സ് മാനേജറാകാമെന്ന്. അപ്പോൾ ഞാൻ വൈ നോട്ട്. അപ്പോൾ അവനെ പിടിച്ച് വർക്ക്സ് മാനേജറാക്കി. പിന്നെ വർക്ക് മാനേജറാക്കി അവനെ എല്ലാ ആൾക്കാരുടെങ്കിലും ചെന്നിട്ട് സംസാരിക്കും, വീട്ടിലെന്ത് വിശേഷം, കുട്ടികളെന്ത് ചെയ്യുന്നു, ഭാര്യ എന്ത് ചെയ്യുന്നു, ആ രീതിയിലൊക്കെ സംസാരിച്ച് അപ്പം എല്ലാവരും ഹാപ്പിയാണ്. 6 മാസം കഴിഞ്ഞിട്ട് എന്നിട്ടും ഈ പ്രൊഡക്ടിവിറ്റിയിൽ വലിയ മാറ്റമില്ല, സെയിം. അപ്പോൾ വീണ്ടും ഈ പിന്നെ ഒന്ന് സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിച്ചപ്പം അവർ പറയുന്നത് ഈ പുതിയ വർക്ക്സ് മാനേജർ എന്ന് പറഞ്ഞാൽ അവന് ഒരു തോന്നില്ല, പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ ഞങ്ങളൊക്കെ വന്ന് വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ച്. പക്ഷേ അവൻ എത്ര ഇരട്ടി ശമ്പളമാണ് കിട്ടുന്നത്. ഒരു മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ അവനൊരു ഇച്ചിരി ചുണയൊക്കെ വേണ്ടേ, പ്രാവശ്യം തന്നൊക്കെ വിളിച്ചാലും സാരമില്ല. അപ്പം സ്റ്റാഫിൻ്റെയൊക്കെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അവരോട് നമ്മൾ കൂടുതൽ ലോഹ്യം കാണിക്കുകയും ചെയ്യരുത്, കൂടുതൽ അകൽച്ചയും കാണിക്കരുത്. ഒരു നല്ല ഒരു ബാലൻസിങ് റിലേഷൻ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
അവർക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ട സ്ഥലത്ത് റെക്കഗ്നൈസ് ചെയ്യണം. അവരെങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അതിനെ എങ്ങനെ നമ്മൾ പിന്നെ ഇത് ചെയ്യണം, ഒരു അവാർഡോ റിവാർഡോ ഒക്കെ കൊടുത്തിട്ട് അതിനെ എങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യണം, ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റൊക്കെ കൊണ്ടുവന്ന് എംപ്ലോയി ഓഫ് ദ മന്ത് അല്ലെങ്കിൽ ഇന്ന ഏരിയയിലെ ഏറ്റവും നല്ല പെർഫോമർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില വശങ്ങളിലൊന്നും നമ്മളിതെത്തില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ആൾക്കാർ ജോലി ചെയ്യും, അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തടത്തോളം അവർ ജോലി ചെയ്യും. അപ്പോൾ അതല്ല, നമ്മൾ എല്ലാ വ്യക്തിക്കും അവൻ്റെതായ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവൻ്റെതായ ഒരു ഔട്ട്കം ഉണ്ട്. എന്തിനെക്കുറിച്ചും അവൻ അഭിപ്രായം പറയാൻ പറ്റും. ഈ അഭിപ്രായത്തെ കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എംപ്ലോയി ഫീഡ്ബാക്കും വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശരിക്കും മാർക്കറ്റ് സ്റ്റഡിയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നാണ് തോന്നുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു പറച്ചിലുണ്ട്, ഐ ക്യാൻ സെൽ ഐസ് ടു എസ്കിമോസ്. വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ പറയും എസ്കിമോകൾ എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ പുറത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണേൽ എനിക്ക് ഐസ് വിൽക്കാൻ പറ്റും. ഐ ക്യാൻ സെൽ സാൻഡ് ടു അറബ്സ്. മണൽ കൂമ്പാരങ്ങളുടെ നാടായ അറേബ്യയിൽ എനിക്ക് അവർക്ക് മണൽ വയ്ക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊരർത്ഥത്തിൽ സത്യമാണ്. ധീരുഭായി അംബാനിയുടെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് മണ്ണ് കയറ്റി വിടുകയായിരുന്നു യമനിലോട്ട്. എന്താ വെച്ചാൽ ഈ ചെടിച്ചട്ടികൾ പൂച്ചട്ടികളൊക്കെ വയ്ക്കാൻ പറ്റിയ കൂറുള്ള മണ്ണ് മണലാരണ്യത്തിലോട്ട് പുള്ളി കയറ്റി വിടുകയായിരുന്നു. അപ്പോൾ പിന്നെ ഈ പുള്ളിയെക്കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. അവിടെ പുള്ളി ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഈ സിൽവർ കോയിൻസൊക്കെ അങ്ങ് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ ഒരു അന്വേഷണം നടത്തി, എന്താ സംഭവിക്കുന്നത്, ഇതെങ്ങനെ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു ഗുജറാത്തി ചെറുപ്പക്കാരൻ ഇതെല്ലാം വാങ്ങിച്ചിട്ട് അവൻ ഉരുക്കി വിൽക്കുകയാണ്. അപ്പോൾ ഒരു കോയിൻ വാങ്ങിച്ചിട്ട് ഉരുക്കി വിറ്റ് കഴിഞ്ഞാൽ ആ കോയിൻ്റെ വിലയേക്കായാലും ഒരു 50% കൂടുതൽ കിട്ടും. ഗവൺമെൻറ് കോയിൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെള്ളികൾ കോയിൻ ഉണ്ടാക്കി അങ്ങ് വിടുകയാണ്, അതിൻ്റെ തൂക്കം അതൊന്നും നോക്കിയിട്ടല്ല. അപ്പോൾ ഇവൻ എല്ലാ കോയിനുകളും ഇങ്ങനെ വാങ്ങിച്ച് അവൻ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയാൽ. അപ്പം ഷാർപ്പായിട്ടുള്ള ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ അവന് മാർക്കറ്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. എന്താണ് മാർക്കറ്റിൻ്റെ ആവശ്യം എന്താണ്, അപ്പോൾ അതെനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്താണ് ഈ മാർക്കറ്റിൽ കുറവ്, അതെനിക്ക് നികത്താൻ പറ്റുമോ, അതെങ്ങനെ പിന്നെ ഹാസിൽ ഫ്രീ ആയിട്ട് പിന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിരന്തരം എനിക്കെങ്ങനെ ആൾക്കാരിലോട്ട് ഇത് എത്തിക്കാൻ പറ്റും. പിന്നെ എനിക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ജനത്തിനോട് ഞാൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു മോഡ് എന്തായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നവരാണ് ഇതാകുന്നത്. കുറേ കാലം മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ഇയാൾ ചിറ്റിലപ്പള്ളി വീഗാർഡുമായിട്ട് നടന്ന സമയത്ത് അയാൾ കളിയാക്കുമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇത് കറണ്ട് അടിച്ച് പോകുന്നതിൻ്റെ സാധനം ആൾക്കാരൊക്കെ വാങ്ങി വന്നു. പുള്ളി അത് എത്ര സക്സസ് ആണെന്നുള്ളത് പുള്ളി, പിന്നെ അത് തന്നെയല്ല അതിനോട് റിലേറ്റഡ് ബിസിനസ്സിലെല്ലാം പുള്ളി കൈവച്ചു. വീഗാർഡിന് തന്നെ എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ്. ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിലാണ് ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത് പെട്ടെന്ന് ആണോ? ഒരു പ്രോബ്ലം, ഓഫ് കോഴ്സ് പ്രോബ്ലം ഈ സാധാരണ കുറച്ച് നല്ല ലീഡേഴ്സ് പറയുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് തന്നെ ഉപയോഗിക്കരുതെന്നാണ്. ദർ കുഡ് ബി ഇഷ്യൂസ് ആൻഡ് ഇഷ്യൂസ് ആർ സോൾവബിൾ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വഷളാക്കേണ്ട കാര്യമില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. ഓക്കെ, ഏത് ഫീൽഡിലാണെങ്കിലും ഏത് റിലേഷനിലാണെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ഇഷ്യൂസിനെ എങ്ങനെ നമ്മൾ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ അത് ഡൗൺ പ്ലേ ചെയ്യുന്നു, അതിലാണ് നമ്മുടെ ഒരു സക്സസ്. അപ്പോൾ ഇഷ്യൂസ് ആണെങ്കിൽ അത് സോൾവബിൾ ആയിരിക്കും, സോൾവ് ആക്കാൻ പറ്റും. അത് മറ്റൊരു വ്യക്തിക്ക് വേദനയോ പ്രയാസമോ കൂടാതെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഇതാകുന്നത്. ഇപ്പോൾ പുതിയൊരു ബിസിനസ് ആശയത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലോ കേരള മാർക്കറ്റിലോ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിപ്റ്റോ കറൻസി തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്സെപ്റ്റൻസ് വളരെ കുറവാണല്ലോ. ഏതൊരു ബിസിനസ് ആണെങ്കിലും പുതിയൊരു ഐഡിയയെ ആശയത്തെ ഉൾക്കൊള്ളാനായിട്ട് മലയാളികൾ ഇച്ചിരി പുറകോട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് വാട്ട് യു തിങ്ക്? അതൊരു സത്യമാണ്. നമ്മൾ ഈ പിന്നെ ആട് തേക്ക് മാഞ്ചിയോ എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങളിലൊക്കെ പോയി വളരെ പെട്ടെന്ന് ചാടും. പക്ഷേ നമ്മൾ ഇപ്പം ഈ മറ്റ് സ്റ്റേറ്റുകളോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ തമിഴ്നാടാണേലും ഗുജറാത്താണേലും പിന്നെ മഹാരാഷ്ട്ര ആണേലും ഒക്കെ നമ്മുടെ ഈ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് വേണ്ട സാധനങ്ങളുടെ പ്രൊഡക്ഷൻ ഇവിടെ നടത്താനായിട്ട് നമ്മൾ തയ്യാറല്ല.
നമ്മൾ ഈ മലയാളി എപ്പോഴും ഒരു സേഫ് ഗെയിമിൻ്റെ ആളാണ്. സേഫ് ചെയ്യാം. വലിയ പിന്നെ പ്രശ്നങ്ങളൊന്നും കൂടാതെ പൈസ ഉണ്ടാക്കണം, വലിയ അധ്വാനമൊന്നും കൂടാതെ, വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ പൈസ പോകാതിരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇവൻ പോയി ആട് മഞ്ചേരിയിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം തന്നെ ഈ ഒരുപാട് ആൾക്കാർ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. അതെ അതെ പിന്നെ ഉടനെ ബാങ്കിലുള്ള പൈസ എല്ലാം അങ്ങ് കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ മലയാളിക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ കൃത്യമായ അറിവില്ല. പിന്നെ ആ ഒരു ഉത്കർഷതാബോധവും ഇല്ല. ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് കേരളീയർ എല്ലാത്തിലും മുന്നിലാണ്, വിദ്യാഭ്യാസത്തിന് മുന്നിലാണ്, മറ്റു കാര്യങ്ങളും മുന്നിലൊക്കെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഈ പ്രവാസികളോ ഇവരൊക്കെ അയക്കുന്ന പൈസ കൊണ്ടൊക്കെയാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഈ പ്രവാസികളില്ലായിരുന്നെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അതെ 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 അതെ. ഞാൻ എറണാകുളത്ത് എനിക്ക് ഒരു 4-5 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരു കടയിൽ ചായ കുടിച്ചിട്ട് അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുവാണ്, ലോക്കൽ ഷോപ്പാണ്, സാധാരണ നമ്മൾ തട്ടുകട ചായ ഉണ്ടല്ലോ, നിങ്ങൾ ചായയോ കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഗൂഗിൾ പേ UPI പേയ്മെൻറ്റ് എന്നുള്ള ഉഡായിപ്പ് പരിപാടികളിലൂടെ വർക്കൗട്ട് ആകത്തില്ല. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അവർ എല്ലാവരും ഇപ്പം ഗൂഗിൾ പേ അത് വളരെ അവിശ്വസനീയമാണ് അങ്ങനെ ആൾക്കാർ. കാരണം ഇപ്പോൾ ഈ മീൻ വിൽക്കുന്നവനും കരിക്ക് വിൽക്കുന്നവനും കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നവനും വഴിയിലുള്ളവനെല്ലാം ഇപ്പം ഇതിൻ്റെ ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മണിശങ്കർ അയ്യരും ചിദംബരവും പിന്നെ അങ്ങനെ പലരും ചോദിച്ചു ഇത് എങ്ങനെ ഇന്ത്യയിൽ സക്സസ് ആവും. കാരണം ഈ കരിക്ക് വിൽക്കുന്നവനും വഴിയിൽ പച്ചക്കറി വിൽക്കുന്നവനും മീൻ വിൽക്കുന്നവനും ഒക്കെ എങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് നടത്താൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ അതിനൊക്കെ കൃത്യമായ മറുപടി കൊടുത്തു. ഇന്നിപ്പം ആരും പൈസ കൊണ്ട് നടക്കാറില്ല. ഞാനിപ്പം പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഫോൺ മാത്രമേ ഉള്ളൂ. അതെ ഓൺലി തിങ് ഐ മേക്ക് ഷുവർ ഈസ് ദാറ്റ് മൈ ഫോൺ ഈസ് ചാർജ്. ഫോണിൻ്റെ ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ഈസിയാണ്, ലൈഫ് എത്ര ഈസി ആക്കി എന്നുള്ളതാണ്. അതെ 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 അതൊരു വലിയ ഘടകമാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ റൺ എ ബിസിനസ് വിത്തൗട്ട് യു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തണമല്ലോ. പക്ഷെ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഒരുപാട് സിസ്റ്റം ബിൽഡ് ചെയ്യണം, സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യണം അല്ലേ. അതിന് പ്രൊഫഷണലായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കൺസൾട്ടൻറ്റോ കോച്ചിൻ്റെ ഒരു അഡ്വൈസ് എടുക്കണം അല്ലേ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇപ്പം വിത്തൗട്ട് യു ക്യാൻ റൺ എ ബിസിനസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശരിക്കും എത്ര കാലം എടുക്കും? See, the most important thing in a business is embracing change. നമ്മളെപ്പോൾ ചേഞ്ചിനെ, മാറ്റത്തെ ആശ്ലേഷിക്കുന്നോ അന്നേരം നമ്മളിൽ മാറ്റം വരും. കാൾ മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മാറ്റമില്ലാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ കോളേജ് സ്റ്റുഡൻസോ എന്നൊക്കെ പറഞ്ഞ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് അവസ്ഥയിലായിരുന്നു. 5 പൈസ പിന്നെ ഒരു വണ്ടിക്കൂലി വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകണം. ഇന്ന് എല്ലാവരും ഐഫോൺ ഉപയോഗിക്കുന്നു, ഏറ്റവും മോസ്റ്റ് മോഡേൺ രീതിയിൽ ഇത് ചെയ്യുന്നു. ആൾക്കാരുടെ ജീവിത നിലവാരത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നു. പിന്നെ പണ്ടൊക്കെ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു വളപ്പൊട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മയിൽപ്പീലി തുണ്ടോ ഒക്കെ ആയിരുന്നു പ്രേമം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പരിചയപ്പെട്ട് അടുത്ത ദിവസം ഡേറ്റിംഗ് ആയി, ഇതായി വളരെ ഫാസ്റ്റാണ് ലോകം. അപ്പോൾ ഈ ഫാസ്റ്റ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിലെന്ന പോലെ ബിസിനസ്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങളെങ്ങനെ മാർക്കറ്റിലെത്തുന്നു, നിങ്ങളെങ്ങനെ അത് വളരെ മനോഹരമായിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കുന്നു, നിങ്ങളെങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ ഉപയോഗിക്കുന്നു, ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ വിജയം. അല്ല ഇപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങി ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മാർക്കറ്റിംഗ് അലോക്കേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ഹോട്ടലുകളോ ഇതൊക്കെ തുടങ്ങുന്ന NRIകൾ അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി എത്ര പൈസ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചോദിച്ചാൽ പറയോ എന്തിനാ മാർക്കറ്റിംഗ്, നമുക്കിങ്ങനെ പതുക്കെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, എന്ത് ബിസിനസ്സിലും ഒരു അപ് ടു 20% നമ്മൾ മാർക്കറ്റിംഗ് അലോക്കേഷൻ ഉണ്ട്. അവെയർ അല്ലാതെ എങ്ങനെയാണ് ഒരു സെഗ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഇപ്പോൾ എങ്ങനെ വരുന്നു? ഇപ്പോൾ ആൾക്കാർ ഈ നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാനൊരു കുറച്ച് കാണിക്കുകയല്ല, നമ്മൾ ഉൾപ്പെടെ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു 2 ബെൻസൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നമ്മൾ കഴിയുമെങ്കിൽ ഒരു Maruti 800 യാത്ര ചെയ്യും. എന്തിനാ ഈ ബെൻസ് വാങ്ങിച്ചിട്ടെന്ന് ചോദിക്കുമ്പോൾ അത് അയൽവക്കക്കാരനൊക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കാണിക്കാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും ഇതേപോലുള്ള ഒരു സമീപനമാണ്. ഭക്ഷണം വേണേൽ നമ്മൾ കിട്ടുന്ന സമയത്ത് വലിച്ചു വാരി കഴിയും. കള്ള് അതാണ്, പ്രണയം അങ്ങനെയാണ്, കൂടുതലായ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മളൊരു ക്വാളിറ്റി കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുമ്പോഴും അതിനകത്തൊരു ക്വാളിറ്റി വലിച്ചു വാരി എടുക്കുന്നതിലല്ല, നമ്മൾ ആ ഒരു സർട്ടൻ ക്വാളിറ്റി എല്ലാത്തിലും കൊണ്ടുവരണം. അപ്പം അത് പ്രൊഡക്ഷനിലാണെങ്കിലും ശരി, നമ്മൾ കച്ചവടത്തിലാണെങ്കിലും ശരി, നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ സ്റ്റാൻഡ് എ പാർട്ട്. ഐ എം എ ക്വാളിറ്റി പേഴ്സൺ. ഐ മേക്ക് ഷുവർ ദാറ്റ് വാട്ട് എവർ ഐ സെൽ ആർ ക്വാളിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. റീസെൻ്റ്ലി ഉള്ളൊരു സ്റ്റഡി പറയുന്നത്, അതായത് 2030 വരുന്ന ഒരു 80% സ്റ്റാർട്ടപ്പുകളും അല്ലെ കമ്പനികളും പരാജയമായിരിക്കും. ഈവൻ അതിനകത്ത് 50% കമ്പനികൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ AI വളർച്ചയൊക്കെ വരികയാണെങ്കിൽ നാളെ എന്തൊക്കെ ജോലി നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും പറയാൻ പറ്റത്തില്ല. അതെ അതെ അതെ. ഒരുപാട് ജോലികളെ ഇപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്യുന്നൊരവസ്ഥയായിട്ടുണ്ട്. നമ്മൾ ഈവൻ ഒരുപാട് കാർട്ടൂണുകൾ പോലും വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ. ഇപ്പം ബെഡിൽ പോലും വേണമെങ്കിൽ നമുക്ക് ഒരു എക്യുപ്മെൻറ്റിനെ ഉപയോഗിക്കാവുന്ന അവസ്ഥയാണ്. അപ്പോൾ അതെല്ലാ മേഖലയിലും ഉണ്ട്. റിസപ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വെയിറ്റേഴ്സ് ആണെങ്കിലും പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇതാണെങ്കിലും ഒക്കെ ഒരു റോബോട്ടിക് വിപ്ലവം തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കൊരിക്കലും പറയാനും പറ്റില്ല അന്ന് ലോകാവസാനം വരുമെന്ന്. അതെ. ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ കൂടുതൽ സുഖകരമായിട്ട് ജീവിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ എല്ലാം നശിച്ച് നമ്മൾ ഗതിയില്ലാത്തൊരവസ്ഥയിലോട്ടൊന്നും ഒരിക്കലും പോവില്ല. അതെ 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 അതെ. ഇപ്പോൾ ഈ ഒരു ബിസിനസ് ശരിക്കും പരാജയപ്പെടാനുള്ളൊരു കാരണം ശരിക്കും ആ ബിസിനസ് ഓണർ തന്നെയാണോ? ഡെഫിനറ്റ്ലി. പലപ്പോഴും പറയുന്ന ഈ എക്സ്റ്റേണൽ കോമ്പറ്റീഷൻ അല്ല ബിസിനസ്സിൻ്റെ തളർച്ചയ്ക്ക് കാരണം. അവരുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ് സെറ്റ്, ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് ഒരു ഘടകമാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇന്നെന്താണ് എന്നുള്ളതിലല്ല ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒരു വർഷത്തിനപ്പുറം 2 വർഷത്തിനപ്പുറം 3 വർഷത്തിനപ്പുറം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഫോർസി ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷൻ, പിന്നെ അതിനുള്ളൊരു മൈൻഡ് സെറ്റ്, അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതിനുള്ളൊരു ലീഡർഷിപ്പ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് വളരെ ഉഷാറായിരിക്കും. ഒരു സംശയമില്ല. ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഹോളിസ്റ്റിക് അപ്രോച്ചാണല്ലോ അങ്ങ് കൺസൾട്ടിങ്ങിലും കോച്ചിങ്ങിലും കൊണ്ടുവരുന്നത്, യൂസിങ് NLP അല്ലെ പല ട്രഡീഷണൽ പാരൻ്റ് ലൈക്ക് സെൻ ബുദ്ധിസം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രം നമുക്കൊരു ബിസിനസ്സുകാർക്ക് കൊടുക്കാനായിട്ട് പറ്റും? ഇതിനകത്ത് ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്, എല്ലാം നേടിക്കഴിയുമ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ട്, ഇനി എന്തിന്? അതെ 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 അതെ. അപ്പം അതിന് കൃത്യമായ ഒരു ആൻസർ ഇല്ല. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഇനിയിപ്പം നിനക്കൊന്നും നേടിയില്ലെങ്കിൽ തന്നെ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ നീ കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് നിനക്ക് ഒഴിവാക്കാൻ മേലാത്ത കാര്യമാണ്. നീ നിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അതെ അതെ അതെ. അപ്പോൾ അതിൽ നിന്ന് ഫലം കിട്ടുന്നില്ലയോ, അത് ഇമ്മെറ്റീരിയലാണ്. ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കർമ്മം ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പലരും, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം കൈയും കാലും ഒന്നുമില്ലാത്ത ഒരു കുഷ്ഠരോഗി, അവനിരുന്ന് ഭിക്ഷ യാചിക്കുന്നു. നമ്മളാലോചിക്കും, ഇവനെന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതാകുന്നത്, ഏതായാലും ഒരു ദിവസം മരിക്കും, ഇച്ചിരി നേരത്തെ മരിച്ചുകൂടെ എന്ന് ചിന്തിക്കും. അങ്ങനല്ല, അവൻ ചിന്തിക്കുന്നത് എൻ്റെ ഈ കൈയും കാലും ഒക്കെ സുഖപ്പെട്ട് നാളെ ഞാൻ സുന്ദരനായിട്ട് നല്ലൊരു ജീവിതം നയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പല തകർന്നടിഞ്ഞ ബിസിനസ്സുകാരും പിന്നെയും പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോകത്തിൻ്റെ ഗ്ലാമറാണ്. ആ ഗ്ലിറ്ററിങ് കളറുണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലുകൾ, നല്ല ലൈഫ് സ്റ്റൈല്, ഇങ്ങനെ ബിസിനസ് ക്ലാസ്സിലുള്ള യാത്ര, അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവൻ്റെ മനസ്സിലെപ്പോഴും. അപ്പോൾ ഇതാണ് ഈ യൂണിവേഴ്സ് ഇതിങ്ങനെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു എന്താ പറയുന്നത് ഗൂഢാലോചന തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ കമ്പനി വളരെ കറക്റ്റായിരിക്കണം, ഒത്തിരി പോസിറ്റിവിറ്റി ഉള്ളതായിരിക്കണം, നമ്മുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കണം. ചില ആൾക്കാരോട് എന്തെങ്കിലും വിഷയം സംസാരിച്ചിട്ടുണ്ടോ, മലയാളികളിൽ ഇപ്പോൾ ചോദിച്ചിട്ട് എന്താണ് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്, ഭയങ്കര സൗകര്യമുള്ളവൻ പോലും പറയുന്നൊരു വാക്കാണ്. ഇങ്ങനെ അവനെ ഒരിക്കലും പറയത്തില്ല, ഐ എം വെരി ഹാപ്പി, താങ്ക്സ് ടു ഗോഡ്, ഐ എം എക്സ്പെക്റ്റിംഗ് മോർ. ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ പറയുന്നത് നമ്മൾ ഉള്ളതിനൊക്കെ നമ്മൾ ആദ്യം ദൈവത്തിന് നന്ദി പറയും. എനിക്കിതുണ്ട്, അതുണ്ട്, എനിക്ക് നല്ല കുടുംബമുണ്ട്, നല്ല കുട്ടികളുണ്ട്, നല്ല വരുമാനമുണ്ട്,
പിന്നെ എനിക്ക് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടാൽ ഞാൻ മറ്റുള്ളവരെയും കൂടെ സഹായിക്കും. ആ രീതിയിലായിരിക്കണം പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എന്താണ്, ഒരു ബാർട്ടർ ഡീലുമാണ്. ഭഗവാൻ എനിക്ക് അത് സഹായിച്ചു തന്നാൽ ഞാൻ നിനക്ക് ഇത് തരാം. സത്യം. കൈക്കൂലി ഓഫർ ചെയ്യുന്നതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നാണ് പറയുന്നത്. എല്ലാ പ്രാർത്ഥനകളും എല്ലാ പ്രാർത്ഥനകളും കൈക്കൂലിയാണ്. അതെ. ഇപ്പോൾ ഞാൻ തുലാഭാരം ചേർത്താൽ എനിക്ക് ഇന്ന അത് സഹായിച്ചു തരണം, ആ സ്ഥലം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഈ ഫ്യൂട്ടിലിറ്റി ഓഫ് തിങ്സ്, ഇതിൻ്റെയൊക്കെ ഒരു നിരർത്ഥകത നമ്മൾ മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മൾ ഒന്നുമില്ലാതെ കംപ്ലീറ്റ് റിനൗൺസിയേഷൻ, ഇപ്പോൾ സന്യാസികളൊക്കെ സർവ്വസംഘ പരിത്യാഗം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം വിടണമെന്നല്ല. അതെ. ഈ മോഡേൺ സന്യാസികളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ, മോദിജി ഏതോ ഒരു ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമികളൊക്കെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇവിടെ അന്തേവാസിയായിട്ടിരിക്കാൻ പറഞ്ഞില്ല. നിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ നീ ആൾക്കാരുടെ ഇടയിൽ പോയി പ്രവർത്തിച്ച് അവിടെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം എന്ന് പറയുന്ന പോലെ നമുക്കെന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് നമ്മൾ മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, നമ്മൾ എങ്ങനെ മറ്റൊരുത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു, എങ്ങനെ അവനെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരുന്നു, എങ്ങനെ അവന് നല്ലൊരു ജീവിതം കൊടുക്കുന്നു, എങ്ങനെ അവന് ഹാപ്പിനെസ് കൊടുക്കുന്നു, അതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെയൊക്കെ ഒരു മിഷൻ നന്നാകുന്നത്. ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു 4P പിന്നെ ലീഡർഷിപ്പ് ഫോർമുലയുണ്ട്. ഈ ലീഡർഷിപ്പ് ഫോർമുല എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒന്ന് പർപ്പസ് ക്ലാരിറ്റിയാണ്. പർപ്പസ് ക്ലാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അങ്ങ് ചോദിച്ച ആ ചോദ്യത്തിൽ ചോദിച്ചില്ലേ, നമ്മൾ എന്തിന് എക്സിസ്റ്റ് ചെയ്യുന്നു. അതെ. അപ്പം നമുക്ക് കൃത്യമായൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കുക, എനിക്ക് എക്സിസ്റ്റ് ചെയ്യുക എന്നതിലുപരി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എനിക്കൊരു ചെറിയ മാറ്റം കൊണ്ടുവരിക, അവനൊരു പുരോഗതി കൊണ്ടുവരിക, അത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു നിയോഗം സക്സസ്ഫുള്ളായി. തീർച്ചയായും. അതെ. അപ്പോൾ ഇതിൽ പറയുന്ന ഈ പല ജന്മങ്ങൾക്ക് ശേഷമാണ് സുകൃതം ചെയ്ത ആത്മാക്കൾക്ക് ഒരു മനുഷ്യജന്മം കിട്ടുമെന്നാണ് പറയുന്നത്. ഹിന്ദു മിത്തോളജി അല്ലേ? ഹിന്ദു മിത്തോളജിയിൽ പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഈ ആത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നവർ, അപ്പോൾ നമ്മളും ദൈവമായിട്ട് ഒന്നാവും. അതെ. പിന്നെ നമുക്ക് ജന്മങ്ങളില്ല. അതെ. ഇനി നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, ബാക്കി കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ അടുത്ത ജന്മം ഈ അക്കൗണ്ട്സിലൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ ചെയ്ത പുണ്യങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നമ്മൾ നല്ല കുടുംബത്തിൽ നല്ല പ്രഭുക്കന്മാരുടെയും വിദ്യാസമ്പന്നരും ഒക്കെ ആയ ആൾക്കാരുടെ കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നെയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അവിടെയും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജന്മം പിന്നെ ആ ജന്മചക്രം എന്ന് പറയുന്നത് അവസാനിച്ചിട്ട് ആത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിച്ച് നമ്മളും പരമാത്മാവും ഒന്നാവും. ഈ മരണത്തിലൊക്കെ പറയില്ലേ വിഷ്ണുപാദം പുകയിലെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പിന്നെ പർപ്പസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ ജന്മത്തെ തന്നെ ഒരു സക്സസ് എന്ന് വിളിക്കാവുന്ന അവസ്ഥ വരും. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ് ഡിസിപ്ലിനാണ്. അപ്പോൾ പ്രോസസ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സിസ്റ്റംസ് ഓവർ ഇമോഷൻസ്. നമ്മുടെ എല്ലാവരുടെയും ഇപ്പം ഞങ്ങൾ പണ്ട് ഈ ബോർഡ് റൂം മീറ്റിങ്സിലൊക്കെ പറയും, ഇൻ ഇന്ത്യ ബിസിനസ് ഹാപ്പൻസ്, ഇന്ത്യ ഓർ ദാറ്റ് മാറ്റർ ഓൾ ഏഷ്യ, ബിസിനസ് ഹാപ്പൻസ് വിത്ത് പേഴ്സണൽ റിലേഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സണൽ റിലേഷൻ വെച്ചിട്ട് ഒരു ബിസിനസ്സും ഇല്ല. അവിടെയെല്ലാം സിസ്റ്റം ഡ്രിവൺ ബിസിനസ്. എനിക്ക് എന്ത് പ്രോഫിറ്റ് നിങ്ങളുമായിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നോ അതുമാത്രമാണ് ഘടകം. ഇവിടെ അങ്ങനെയല്ല. നമ്മളെവിടെയെങ്കിലും ചെന്നൊരു ബിസിനസ് വേണമെങ്കിൽ ചോദിക്കും, ആ വൈഫ് എങ്ങനെയുണ്ട്, ഫാമിലി എങ്ങനെയുണ്ട്, കുട്ടികൾ എങ്ങനെയുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ട്, അപ്പൂപ്പൻ എങ്ങനെയുണ്ട്, 100 കാര്യങ്ങൾ ചോദിച്ചിട്ട് ഈവൻ പൊളിറ്റിക്കൽ ഇതുപോലെ. അപ്പോൾ ഞാനും നിങ്ങളും ഒരേ മാർക്സുകാരനാണോ അല്ലയോ, കോൺഗ്രസ്സുകാരനാണോ അല്ലയോ, ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ അത് മാറേണ്ടിയിരിക്കുന്നു. ഇമോഷൻസിനുപരി സിസ്റ്റംസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇതിനാണ് നമ്മൾ ഈ പ്രോസസ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അടുത്ത പിന്നെ ഈ പീപ്പിൾ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ റവന്യൂ ഡിസൈഡ് ചെയ്യുന്നത് എനർജിയാണ്. നമ്മൾ ഈ നല്ല ബിസിനസ്സുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ബിസിനസ്സുകാരല്ല, ഈവൻ സക്സസ്ഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെല്ലാം ഭയങ്കര ഊർജ്ജമായിരുന്നു നടക്കുന്ന, വളരെ 70 വയസ്സിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വളരെ ഇതായിട്ട് നടക്കും. ആൾക്കാരോട് സംസാരിക്കുന്ന രീതി ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും. അവരൊരിക്കലും ഒരിടത്തും തൂങ്ങിക്കൂടിയിരിക്കത്തില്ല. അങ്ങനെ തൂങ്ങിക്കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവൻ പരാജയമായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ പീപ്പിൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഇവൻ അങ്ങേക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ. അങ്ങയുടെ ആ ഒരു സൈക്കോളജിക്കൽ ഇതുണ്ടല്ലോ, അതായിരിക്കും അങ്ങയുടെ ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ ലീഡേഴ്സ് സൈക്കോളജി ഡിഫൈൻസ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ബിസിനസ് റൺ ചെയ്യുന്നവൻ്റെ ആ ഒരു മനഃശാസ്ത്രം, അവൻ്റെ സമീപനം, അതാണ് ബിസിനസ്സിനെ നയിക്കുന്നത്, ബിസിനസ് ഗ്രോത്തിനെ ഗ്രോത്തിനെ തീരുമാനിക്കുന്നത്. അതൊന്ന് പർപ്പസ് ക്ലാരിറ്റിയാണ്, പിന്നെ പ്രോസസ് ഡിസിപ്ലിനാണ്, പീപ്പിൾ അലൈൻമെൻ്റ് ആണ്, പിന്നെ പേഴ്സണൽ സ്റ്റെബിലിറ്റി. ഇതാണൊരു 4Ps ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ആത്യന്തികമായിട്ട് നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഭഗവത്ഗീത ശരിക്കും ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു സംഭവമാണല്ലോ. ആത്യന്തികമായിട്ട് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്റ്റെബിലിറ്റി അല്ലേ, അല്ലെ, നമ്മുടെ ആന്തരികമായിട്ടുള്ളൊരു സന്തോഷം അല്ലേ, അത് വളരെ പ്രാധാന്യമുണ്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ. അപ്പം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം, എനിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, ഇമോഷണലി ഞാൻ സ്ട്രോങ് ആയിരിക്കണം അല്ലേ, എങ്കിൽ മാത്രമല്ലേ എനിക്ക് എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതായിരിക്കും ഒരു ഹോളിസ്റ്റിക് വേ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ സെൻ ബുദ്ധിസത്തിലൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം ശാന്തനാകുന്നോ അത്രത്തോളം ശക്തനാകുമെന്ന് പറയാം. അപ്പോൾ ഈ ലോകം മുഴുവൻ നോയ്സാണ്. അപ്പോൾ എന്താണ് ഈ നോയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഇതില്ല. അതെ. പണ്ട് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പണ്ഡിറ്റ് നെഹ്റു ഇങ്ങനെ അവിടെ സന്ദർശിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ജവഹർലാൽ നെഹ്റു കി ജയ്. അപ്പോൾ ഒരു മുത്തശ്ശിക്ക് ജവഹർലാൽ നെഹ്റു എന്ന് പറയാനറിയത്തില്ല. അപ്പോൾ ഈ ജയ് ജയ് എന്ന് അവസാനം പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ ഇവർ പറയും അവനിക്ക് ജയ് എന്ന് പറയുന്നതിൽ ഈ നോയ്സിൻ്റെ ഭാഗമാകാണ്. പക്ഷെ ആ ക്ലാരിറ്റി ഇല്ല, എന്താണ് ഈ നോയ്സ് എന്നുള്ളത്. ഈ ബഹളം, ആൾക്കാർ കാണിക്കുന്ന ബഹളം, എന്തിനാണ് ഇവർ ഈ പരക്കം പാച്ചിൽ നടത്തുന്നത്? അവിടെയാണ് ഈ നിശബ്ദത ഉപാസിക്കുന്നവൻ്റെ ശക്തി. നമ്മൾ 5 മിനിറ്റ് ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷൻ ഒന്നുകൂടെ മെച്ചപ്പെടുന്നു, ഒരു നല്ല ക്ലാരിറ്റി വരിക. നമ്മളിപ്പോൾ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ 1 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിട്ട് നമ്മൾ നമ്മുടെ ശ്വാസങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാവും, നമുക്ക് യുക്തമായ തീരുമാനം എടുക്കാൻ പറ്റും, നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഇന്നർ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. അപ്പം ഈ എല്ലാ മതങ്ങളിലും ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പം ക്രിസ്തു തന്നെ 18 വയസ്സിന് ശേഷം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ആശ്രമങ്ങളിൽ ജീവിക്കായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിലെ ആ ഒരു പരിപൂർണനായ വ്യക്തിത്വം പുറത്തു വരുന്നത്. അപ്പം നമ്മൾ ഈ വാൽമീകിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കാട്ടുകൊള്ളക്കാരനായിരുന്നു. അവർ നീ എന്തിനായി പാവമൊക്കെ ചെയ്യുന്നതെന്ന് കുറച്ച് മുനിമാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ പോറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ നീ ചെയ്യുന്ന പാവം അവരും പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, നിൻ്റെ ഡ്യൂട്ടിയാണ് ഞങ്ങളെ ഇതാക്കുക എന്നുള്ളത്, അതിന് ഞങ്ങളെന്തിനാണ് നിൻ്റെ പാവം പങ്കുവയ്ക്കുന്നത് ചോദിച്ചു. പുള്ളി അന്ന് തുടങ്ങിയിട്ട് ആ നിശബ്ദ ധ്യാനമാണ് പുള്ളിയെ വാൽമീകി മഹർഷിയാക്കിയത്. മഹർഷി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ജാതിയും മതമൊന്നുമല്ല, ഈസ് ഗെറ്റിംഗ് എലിവേറ്റഡ്. അതെ. അങ്ങേരെ ഒരു ചണ്ടാളനിൽ നിന്ന്, ഒരു അധകൃതനിൽ നിന്ന് നേരെ മഹർഷിയായിട്ട് ഉയരുകയാണ്. വേദവ്യാസൻ എന്ന് പറഞ്ഞൊരു മുക്കുസ്ത്രീയുടെ മകനാണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞ് പിന്നെ ഈ പണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം ആ സൃഷ്ട. അപ്പം ഞാനുണ്ടാക്കിയതാണ് ചാതുർണ്യം, പക്ഷേ അതിൻ്റെ ഇതിൽ എനിക്കൊരു ഇതുമില്ല, ഒരു കൺട്രോളും ഇല്ല. ആരെന്ത് നല്ല കർമ്മം ചെയ്യുന്നു അതനുസരിച്ചിട്ട് അവൻ്റെ പൊസിഷൻ മാറുകയാണ്. വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു. ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് തോന്നി മഹർഷിയാകണം. അപ്പോൾ പുള്ളി പിന്നെ ബ്രഹ്മർഷിയാകുകയാണ്. അപ്പോൾ ഒരു തന്നെ ജനനമല്ല, അവൻ്റെ കർമ്മമാണ് അവൻ്റെ ഇതിനെ ഇതാക്കുന്നത്. അതാണ് ഈ ഏത് ബിസിനസ്സിലെയും ഒരു ഹോളിസ്റ്റിക് ഇതെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക, ആ കർമ്മത്തിൽ ഒരു ഡിവിനിറ്റി കൊണ്ടുവരിക. ഇപ്പം ഈ ദൈവം അല്ലെങ്കിൽ പിശാച് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളിൽ നന്മയാണ് ഈ ഗോഡ്ലിനെസ് അല്ലെ ദൈവികത എന്ന് പറയുന്നത്. നമ്മളിലെ തിന്മയാണ് ഈ എന്താ പറയുന്ന ഒരു ഡെവിലിഷ്നെസ്. അപ്പോൾ ഈ ഹോളിസ്റ്റിക് ഹിന്ദു മിത്തോളജിയിലെ സ്റ്റോറീസ് ആണെങ്കിലും ഈ പറഞ്ഞ ഭഗവത്ഗീതയാണെങ്കിൽ രാമായണവും, ഇപ്പം വേദവ്യാസിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ അങ്ങനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? ഇതിനകത്ത് ഇപ്പം ഇന്ത്യയിൽ, ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുവിനും ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്കും ഇന്ത്യയിലെ മുസ്ലിമിനും എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു പാരമ്പര്യമാണ്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സർവ്വസംഘ പരിത്യാഗികളായിരുന്ന സന്യാസിമാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഈ ലോക സമസ്തോ സുഖിനോ ഭവന്തോ, അവിടെ ഹിന്ദു സുഖിക്കണമെന്നല്ല അവർ പറഞ്ഞത്, മുഴുവൻ ലോകത്തിനും സുഖം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ. അതെ 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 അബ്സല്യൂട്ട്ലി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ DNA പരിശോധിച്ച ഇതെല്ലാം ഒന്നാണ്. അതെ അതെ അതെ. അപ്പോൾ എന്ത് നന്മയുണ്ടോ അതിനെ നമ്മളങ്ങ് ഉൾക്കൊള്ളണം, അത് ഏതിലാണെങ്കിൽ. ഇപ്പം പിന്നെ ഇസ്ലാമിൽ അനാൽ ഹക്ക് എന്ന് പറയും. അനാൽ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് തന്നെയാണ്. അത് അല്ല ഞാനത് ദൈവവും നമ്മൾ ഒന്നാണെന്നുള്ളതാണ്, തത്വമസി. അതെ അതെ അതെ. ആ ഒരു ഇത് തന്നെയാണ്. ഇപ്പം എല്ലാ മതങ്ങളിലും ഇതാണ്. ഈ ഓരോ കാലഘട്ടങ്ങളിലും വന്ന മത പ്രവാചകന്മാരും അവരും ഇവരുമൊക്കെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്മയെ കണ്ടെത്തൂ, നന്മയെ ഉപാസിക്കൂ, നന്മ പകർന്നു നൽകുന്നതാണ്. ഇത് ഒരിടത്തും പറയുന്നില്ല നീ തിന്മ ചെയ്യാൻ പറയുന്നില്ല. അതെ 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 അതെ. തിന്മ ചെയ്യാൻ പറഞ്ഞാൽ അതിന് ഫോളോവേഴ്സും ഉണ്ടാകത്തില്ല. അതെ അതെ. അപ്പോൾ ഈ പറഞ്ഞ ഈ ഹോളിസ്റ്റിക് വേയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് ഒരു ബിസിനസ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഗുണകരമാവുമോ? ഞാൻ പറഞ്ഞില്ലേ മൈൻഡ് സെറ്റ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണെന്നുള്ളൊരു വിചാരം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൊള്ള ലാഭം എടുക്കുന്നില്ല, പക്ഷേ നമ്മൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയെ നന്നായിട്ട് ഉപയോഗിക്കുന്നു. മാർക്കറ്റ് റിക്വയർമെൻറ്റിനെ നമ്മൾ കൃത്യമായ രീതിയിൽ മീറ്റ് ചെയ്യുന്നു. മാർക്കറ്റിൻ്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കുന്നു, മാർക്കറ്റ് റിക്വയർമെൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗുഡ് ബിസിനസ് ഈസ് ഹാപ്പനിങ്, യു ആർ ഗെറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് പീസ് ആൻഡ് ഹാപ്പിനെസ്. പറ്റിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഉറക്കം വരത്തില്ല. ഷൈലോക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങിയെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ പറ്റത്തില്ല. അതെ. അവനെന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടായിരുന്നു? ഇല്ല. ഇപ്പോൾ വെറുതെ ഈ കള്ളത്തരത്തിൽ പറയുന്ന ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. ജെന്യുവൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികളിൽ നിന്ന് കിട്ടുന്ന സമാധാനവും സന്തോഷവും, അതാണ്. ഈ ബിസിനസ്സിലെ എത്തിക്സ് എത്രമാത്രം ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഈ എത്തിക്സും വാല്യൂസും ഇല്ലാത്ത ബിസിനസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറ്റ് മേ സർവൈവ് ഫോർ ഫ്യൂ ഡേയ്സ്. സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് യു. ഒരു നല്ല ബിസിനസ്സുകാരന് ഒരിക്കലും കള്ളത്തരങ്ങളോ തരികിടയോ അതോ ഇതൊന്നും ഒരിക്കലും അവനെ ഉണ്ടാക്കത്തില്ല. നല്ല ബിസിനസ്സുകാരനെന്ന് പറയുമ്പോൾ അവൻ നന്മ ചെയ്യണം, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഒരർത്ഥത്തിൽ നമ്മളുടെ എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവർക്കുള്ള ഒരു സേവനമാണ്. ഈ വെറും സേവനം മാത്രം ചെയ്താൽ ചിലപ്പം നമ്മൾ സേവനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ന്യായമായ ഒരു ലാഭം എടുത്തിട്ട് എല്ലാ ബിസിനസ്സും ചെയ്യുക, അത് ഏത് ബിസിനസ്സാണേലും. ഇപ്പോൾ ബിസിനസ്സിൽ നമ്മൾ എത്രത്തോളം ഇന്നോവേഷൻ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരു സിമ്പിൾ ഇത് നമ്മൾ കുറേ കാലം മുമ്പ് ഈ ഷേവിങ് ക്രീമും അല്ലെങ്കിൽ ഈ 3 ഇതൊക്കെ ആർട്ടിച്ചുള്ള ആ ബ്ലേഡും ഒന്നും ഇല്ലായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും ആൾക്കാർ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇതായി ഫോണിന് പകരം പണ്ട് എന്തെല്ലാം സാധനങ്ങളായിരുന്നു, ടേപ്പ് റെക്കോർഡർ, ക്യാമറ, ഇതിപ്പോൾ എല്ലാം കൂടെ മാറ്റി ഒറ്റ സാധനത്തിലായില്ലേ. അതെ അതെ. അപ്പോൾ ഇനിയും ഒരുപാട് ഇത് പറയും. പണ്ടൊക്കെ ആൾക്കാർ തമാശയ്ക്ക് പറയും അമേരിക്കയിൽ ഇരിക്കുന്നതിനെ നമുക്ക് കണ്ട് സംസാരിക്കാവും. അന്നൊന്നും ആരും അത് വിശ്വസിച്ചിട്ടില്ല. അതെ അതെ. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്? അതെ അതെ. അപ്പോൾ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിലോട്ടായിരിക്കും ശാസ്ത്രം നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ മാനവരാശി വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്ന കാലമൊന്നും അതിവിദൂരമല്ല. 2040 സംഭവിക്കാം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മൾ എന്നും റെഡി ആയിരിക്കണം ടു എംബ്രേസ് ചേഞ്ച്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. ഈ സമാധാനത്തെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇൻ എ വേൾഡ് ഓഫ് നോയ്സ് കാംനെസ് ഈസ് പവർ. അത് ഈ സമാധാനം എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വാലിറ്റി അല്ല, അതൊരു സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റിയാണ്, നിതാന്ത നിത്യ തന്ത്രമെന്ന് പറയാം. അപ്പോൾ ഈ പൊതുവെ കാമായിട്ടുള്ള ലീഡേഴ്സ് അവർ നല്ല നല്ല തീരുമാനങ്ങളെടുക്കും. പിന്നെ അവരുടെ ഈ നെഗോഷിയേഷൻസ് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നെഗോഷിയേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ വെറുപ്പിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ പറയുന്നത് ഈവൻ ഒരുത്തൻ്റെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ പോലും ഒന്ന് ചിരിച്ചുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അത്ര പ്രയാസം തോന്നുന്നില്ല. അപ്പോൾ അതേ ഇത് നമ്മളെങ്ങനെ അവതരിപ്പിക്കുന്നു, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് അതിനകത്ത് ഒരു പ്രത്യേക ഘടകമെന്ന് പറയുന്നത്. പിന്നെ ഈ റിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ശാന്തരായ മനുഷ്യർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഇന്ന ബിസിനസ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും റിസ്കിന് ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ ശാന്തതയുടെ മറ്റൊരു പ്രത്യേകത ലോങ് ടൈം പാർട്ട്ണർഷിപ്സ് ഉണ്ടാക്കാൻ പറ്റും. ശാന്തതയുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ലോങ് ടൈം പാർട്ട്ണർഷിപ്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പല കോൺഫ്ലിക്ട്സിനും ഈവൻ റിലേഷൻഷിപ്പ് തകർച്ചകൾക്കൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളങ്ങ് ആ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. നമ്മൾ ഒരു മിനിറ്റ് പോലും
നമ്മൾ ചിന്തിക്കാതെ അങ്ങ് പെട്ടെന്നങ്ങ് കയറി ഇതാകും. ഒരു ഒരു ചെറിയൊരു ഇഷ്യൂവിന് ഒരു വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണ്ട് ചെയ്ത സംഭവങ്ങളും അതിൻ്റെ എല്ലാം സ്റ്റോക്ക് എടുത്ത് പിന്നെ അവിടെ നിർത്തത്തില്ല. വീട്ടുകാരെയും അവരുടെ വീട്ടുകാരെയും സർവ്വ ആൾക്കാരെയും ചീത്ത വിളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ശാന്തമാകുമ്പോൾ പറയടാ അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. പലപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യരുത്. പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ നമ്മുടെ പ്രവർത്തികളൊക്കെ ഒരു ദിവസത്തേക്കല്ല, ഇതെല്ലാം ഒരു ലോങ് ടൈം ആണെന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ബിസിനസ്സിന് നിലനിൽക്കുന്ന ഒരാൾ ഒറ്റ അടിക്ക് ഒരു പിന്നെ ഇല്ല പൺമുട്ട ഇടുന്ന താറാവിനെ പിടിച്ച് കൊന്ന് എല്ലാ മുട്ടയും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്ന പോലെ അങ്ങനെയല്ല. നമ്മൾ കാര്യങ്ങൾ വളരെ പഠിച്ച് നമ്മുടെ ബിസിനസ് ലോങ് ടൈം ആണെന്ന് മനസ്സിലാക്കി ഇത് ചെയ്യണം. പിന്നെ എപ്പോഴും ഒരു ഇമോഷണൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. നമ്മളൊന്നിനെയും വികാരപരമായിട്ട് നമ്മൾ സമീപിക്കരുത്. നമ്മൾ പിന്നെ നമ്മുടെ ഈ വികാരങ്ങൾക്കെല്ലാം ഒരു ഇമ്മ്യൂണിറ്റി, ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എന്നൊക്കെ പറയുന്ന പോലെ അത് എപ്പോഴും നമുക്കുണ്ടായിരിക്കും. സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഒന്നും പാടില്ല. പിന്നെ ഈഗോ, അപ്പോൾ ഈ ബോർഡ് റൂംസിൽ നിന്ന് ഈഗോ മാറ്റാൻ എല്ലാ കമ്പനികളും പറയാറുണ്ട്. ബോർഡ് റൂംസിൽ നമ്മളൊരിക്കലും ഞാൻ എൻ്റെ കമ്പനി ഇത് ആ രീതിയിൽ സമീപിക്കരുത്. അവിടെ എപ്പോഴും ഒരു കൺസെൻസസിനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതല്ല ഞാൻ പിടിച്ച മുയലിന് 2-3 കൊമ്പോ എന്നൊക്കെ പറയുന്ന ആ ഒരവസ്ഥയിലോട്ട് പോകരുത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അങ്ങയുടെ ഈ ഒരു കൺസൾട്ടേഷനിലൂടെ എന്തൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അങ്ങയുടെ സഹായം തേടി ഞാൻ മോസ്റ്റ്ലി ഈ സിക്ക് യൂണിറ്റ്സ് ഒക്കെ റിവൈവ് ചെയ്യുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്ത് റവന്യൂ ലീക്കേജ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ സ്ട്രക്ചറൽ ഇന്നെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്, ഇപ്പോൾ അവരുടെ മാനേജ്മെൻറ്റിൽ എന്തെല്ലാമാണ് ഈ സ്ട്രക്ചറൽ ഇന്നെഫിഷ്യൻസി ഉള്ളത്, അപ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാം. പിന്നെ ഈ ലീഡർഷിപ്പ് കൺഫ്യൂഷൻ, കറക്റ്റ് ഡെലിഗേഷനും കാര്യങ്ങളും ഉണ്ട്. ഒരേ ആൾ തന്നെ ഇപ്പോൾ 10 പേര് ചേർന്നൊരു കറി ഉണ്ടാക്കിയ കറി സ്പോയിലാകുന്നതിന് ഒരു സംശയമില്ല. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായ ടാസ്ക് നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് നല്ല കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഈ മാർക്കറ്റ് പൊസിഷനിങ് എറേഴ്സ് ഉണ്ട്. നമ്മളെ ഏത് രീതിയിലാണ് മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റോൾ എന്താണ്, നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ ഡെലിവറി ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യണം, ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. പിന്നെ ഈ കൾച്ചറൽ ടോക്സിസിറ്റി അതും വളരെ ഇതാണ്. നമ്മൾ ഏത് മാർക്കറ്റിൽ ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ സാംസ്കാരികവും മറ്റ് സാമൂഹികവും ഒക്കെ ആയ ആ ഒരു ടോക്സിസിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് അത് കുറേ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ഷൗട്ടിങ്. പിന്നെ അതൊരു ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് ഒരു സർജിക്കൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ചെയ്ത് പിന്നെ പ്രോഫിറ്റ് കൂട്ടാമെന്നൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ പ്രോഫിറ്റ് കൂട്ടുന്ന ഒരു റീസ്ട്രക്ചറിങ്ങിൽ കൂടെ നമ്മളൊരു പക്ഷേ ഈവൻ മാനേജ്മെൻറ്റിൽ കൃത്യമായ അഡ്വൈസ് കൊടുത്ത് ഒരു അറ്റ് ടൈംസ് ഈവൻ ബൈ ടേക്കിംഗ് സ്റ്റേക്ക് ഇൻ മാനേജ്മെൻറ്റ്, പിന്നെ ഒരു സ്ട്രാറ്റജിക് പ്രൈസിങ് കൊണ്ടുവരണം. സ്ട്രാറ്റജിക് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൈസ് കുറയ്ക്കുന്നതല്ല. പലരുടെയും ധാരണ ഈ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ തന്നെ ഏറ്റവും ചീപ്പായിട്ട് കൊടുക്കുന്നത്, ഇനി ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ കൂട്ടണം പ്രൈസ്. അപ്പോൾ ഇതിന് ഡൈനമിക് പ്രൈസിങ് എന്ന് പറയും. റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ മാർക്കറ്റിൽ നമ്മളെങ്ങനെ പൊസിഷൻ ചെയ്യണം, അതിന് മാർക്കറ്റ് റീപൊസിഷനിങ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പെർഫോമൻസ് മെട്രിക്സ് ഉണ്ടാക്കണം ഓരോരുത്തരുടെയും ഇത് അറിയാൻ വേണ്ടി. പിന്നെ കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. നമ്മൾ ഓരോ സ്റ്റാഫിൻ്റെയും അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെയും അവരുടെ ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ വിത്ത് റെക്കഗ്നിഷൻ കംസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതൊരു മാനേജ്മെൻറ്റ് സൂക്തമാണ്, അതുണ്ടായിരിക്കണം. ഒരു ബിസിനസ് പരാജയപ്പെടുന്നത് ശരിക്കും ഈ ക്യാഷ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. അല്ല,
ക്യാഷ് എന്ന് പറയുന്ന പല ഘടകങ്ങളിലൊരു ഘടകം മാത്രമാണ്. അത്രേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ടൊരു ബിസിനസ്സും പരാജയപ്പെടത്തില്ല. അത് തന്നെയല്ല, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്നതാണ്. അല്ലാതെ കുറേ പൈസ കൊടുത്ത് നീ പോയി ബിസിനസ് ചെയ്യുന്ന പറഞ്ഞാൽ അവൻ ആ പൈസ എപ്പോൾ അടിച്ച് തീർത്തുന്നൊന്നും ചിന്തിച്ചാൽ മതി. നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് തന്നെ ഇത് കൊണ്ടുവരണം. ഈ ട്രെൻഡ് ഒരു ഘടകമാണോ? മാർക്കറ്റ് ട്രെൻഡ്? പിന്നെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ ട്രെൻഡ് മാത്രമല്ല, ഈവൻ ക്രൈസിസിൽ നിന്നും കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഈ കോവിഡ് ടൈമിനൊക്കെ എത്രയോ ബിസിനസ്സുകളാണ് ഫ്ലറിഷ് ചെയ്തത്. ഈ കാണുന്ന ഈ പിന്നെ ഓൺലൈൻ പരിപാടികളുടെ എല്ലാ ഉദ്ഭവം ആ കോവിഡ് സമയം. അപ്പോൾ ഇന്നതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ബില്യൺ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പം എവരി ഓപ്പർച്യൂണിറ്റി ആസ് വെൽ ആസ് ക്രൈസിസ് ഹാസ് എ റൂം ടു ന്യൂ ബിസിനസ്. നമ്മളതിനെ കൃത്യമായിട്ട് കാണുന്നു, കൃത്യമായിട്ട് വീക്ഷിക്കുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ പിന്നെ പണ്ട് ഒരുപാട് എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പറയുന്നൊരു കാര്യമാണ്, രണ്ട് സ്ഥലങ്ങളിലോട്ട് ഓരോ കണ്ടെയ്നർ ഷൂ ആയിട്ട് വിടും. അപ്പോൾ ഒരുത്തൻ ഒരു സ്ഥലത്ത് പോയി കുറച്ച് ഷൂ വിറ്റ് പകുതി സ്റ്റോക്കുമായിട്ട് തിരികെ വരും. വേറൊരുത്തനെ വിട്ടത് ആഫ്രിക്കയിലിട്ടാ, അവിടെ ആരും ഷൂ ഇടാറില്ല. അവനെന്ത് ചെയ്തു, ഈ ഷൂ മൊത്തം ഞാൻ തിരിച്ചയക്കുകയാണ്, ഇവിടെ കച്ചവടമൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞത് നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും, ഇത്രയും പൈസ മുടക്കി അവിടെ കൊണ്ടുപോയിട്ട് ഇതാക്കുന്നത്, നീ ഒരാഴ്ച എങ്ങനെയെങ്കിലും കൂടെ നോക്കാൻ പറയും. ഒരാഴ്ച കൂടെ നോക്കി, നത്തിങ് ഹാപ്പൻസ്. അപ്പോൾ വേറൊരു കക്ഷി ഇങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞു, അവിടെ ആരും ഷൂ ഇടുന്നില്ലെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞാനത് വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ആൾക്കാരുടെയൊക്കെ വന്നു ഷൂ ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അത് ഇട്ട് നടക്കുമ്പോഴുള്ള സുഖം ഓരോരുത്തരെയും കാണിച്ചു കൊടുത്തു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി ഷൂ ഇട്ട് നോക്കിയപ്പോൾ നല്ല സുഖം, നിലത്തെ കല്ലും മുള്ളൊന്നും കൊള്ളുന്നില്ല. 2 ദിവസം കൊണ്ട് മൊത്തം ഷൂവും വിറ്റത് എന്ന് പറയും. അപ്പോൾ ചിലർ പരാജയം അല്ലെ ക്രൈസിസ് എന്ന് വിചാരിക്കുന്നിടത്ത് ചിലർ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും. അവിടെയാണ് ആ വിഷൻ്റെ ക്ലാരിറ്റി, കൃത്യത അവിടെയാണ്. പലരും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഏത് ബിസിനസ് ആണെങ്കിലും? ബിസിനസ് നമ്മൾ ഏത് മാർക്കറ്റിൽ ചെയ്യുന്നു, ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, എന്തൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇത് കസ്റ്റമറുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കോമ്പറ്റീഷൻ കാണും. ഈ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ തന്നെ വില കൂടുതലാണെങ്കിലും ചില പ്രൊഡക്റ്റിൻ്റെ പുറകെ ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന് പിന്നെ കുറേ കാലമായിട്ട് ചിലപ്പോൾ അവർ മാർക്കറ്റിൽ ആർജിച്ചെടുത്തൊരു വിശ്വാസമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിച്ച് ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് വീണ്ടും. ഇപ്പോൾ എനിക്ക് ഈ അടുത്ത ദിവസം ഒരു പമ്പ് വേണമായിരുന്നു. അപ്പോൾ 2-3 പമ്പുകൾ കണ്ടു, വില കൂടിയതും കണ്ടു, വില കുറഞ്ഞതും കണ്ടു. അപ്പോൾ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു, ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഇന്ന പമ്പ് എടുക്കുക നല്ലതാണ്. അപ്പോൾ അതിന് ഒരു 10,000-2,000 രൂപ കൂടുതലാണ്. 2,000 രൂപ കൂടുതലാണെങ്കിലും അതിന് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല, അത് നന്നായിട്ട് ഇതാകുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു ക്രെഡിബിലിറ്റി നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഈ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ചില പ്രൊഡക്ട്സ് വിറ്റുപോകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റാണ്, ആ റീച്ചാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് പരസ്യം എടുത്ത് നോക്കിയാലും അതിനകത്തൊരു അപ്പൂപ്പൻ കാണും, ഒരു കുട്ടി കാണും, ഫാമിലി കാണും. കാരണം ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിൽ. അതെ. അപ്പോൾ നമ്മൾ എന്തിനേയും ഒരു ഫാമിലിയോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിത്യജീവിതത്തോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിലൊരു ഉത്സവം നടക്കുന്നു, ഉടനെ ഇതെല്ലാം ചോരെല്ലാം പെയിൻറ്റ് ചെയ്യുന്നു, ഒരു മ്യൂസിക്, അതായത് അപ്പോൾ ആ പെയിൻ്റ് എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞൊരിതും. പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വർണം, ഒരു വധു ഇങ്ങനെ വരുന്നു, അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നു. ഇതൊക്കെ എല്ലാ മനുഷ്യനെയും പേഴ്സണലി ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അവൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവൻ കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകും. അപ്പോൾ പിന്നെ അല്ലെ ഒരു അപ്പൂപ്പൻ പിന്നെ കൊച്ചു കുഞ്ഞ് പറയുന്നു, അപ്പൂപ്പ യു വാണ്ട് ടു അപ്ഗ്രേഡ് ടു ബിസിനസ് ക്ലാസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയാം വൈ നോട്ട് എന്ന് പറഞ്ഞപ്പോൾ കയറി സീറ്റിലിരിക്കുന്നു, ഒരു കാറ് പോകുന്നു. അപ്പൂപ്പൻ ഓക്കെ താങ്ക് യു ക്യാപ്റ്റൻ എന്ന് പറയുന്നു. ഇതെല്ലാം പരസ്യത്തിൻ്റെ ഓഫ് കോഴ്സ്. ഈ മെറ്റാഫോർ എന്ന് പറയുന്നത്, ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇന്നബിറ്റബിൾ ഘടകമാണ്. ശരിക്കും ഈ വലിയ വലിയ ബ്രാൻഡുകൾ എടുത്ത് പരിശോധിച്ചു, ഇപ്പോൾ KFC പോലുള്ള വലിയ വലിയ ബ്രാൻഡുകൾക്ക് എല്ലാത്തിനും ഒരു സ്റ്റോറി ഉണ്ടല്ലോ. ഇത് കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്താവാം അല്ലേ?
ഇവിടെയാണ് ഈ ബിസിനസ്സിൽ സൈക്കോളജി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ സ്റ്റാർബക്സിൽ പോയിട്ടൊരു കോഫി കുടിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഡീപ്പായിട്ട് ചിന്തിച്ചാൽ ഈ കോഫി നമ്മുടെ രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് കിട്ടുന്ന കോഫിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടം രാമൻകുട്ടിയുടെ കടയാണ്. പക്ഷെ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ്, പിന്നെ ഈ കോഫിയെക്കുറിച്ച് പറയുന്ന ഇത്, പിന്നെ പ്രണയം പൂടുന്നെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ഇതാക്കുന്നതെന്നോ വളരെ മനോഹരമായ രീതിയിൽ ഇതാക്കി കാലാകാലങ്ങളായിട്ട് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു കോഫി നമ്മൾ ഈ 200-250 രൂപ കൊടുത്ത് അത്ര ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ആ മാർക്കറ്റിൽ നല്ല റിസർച്ച് നടത്തി മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി മാർക്കറ്റിൽ എന്താണ് അപ്പീലിംഗ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവൻ വിജയിക്കുന്നത്. അപ്പോൾ ദേ ആർ നോട്ട് സെല്ലിങ് പ്രോഡക്റ്റ്, റൈറ്റ്? ദേ ആർ സെല്ലിങ് ഇമോഷൻ. ഇതിനകത്തെന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. ഇപ്പം നല്ല ലീഡേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല ഘടകങ്ങളെ ഒരുമിപ്പിക്കും. പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നല്ല, പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്, അതിനോടൊപ്പം തന്നെ വിപണന തന്ത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഈ വിപണന തന്ത്രങ്ങളെയും ക്വാളിറ്റിയും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് ദ ബെസ്റ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഗുഡ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പോകുന്നു ചലിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ആ റിയൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആസ് വെൽ ആസ് മറ്റ് വിപണന തന്ത്രങ്ങൾ, മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ലീഡർഷിപ്പാണ്. അതുകൊണ്ടാണ് പല ഇപ്പോൾ ഈ KFC ഒക്കെ ഈ നിലയിൽ KFC ഡായുടെ കഥയൊക്കെ അറിയാം. അതെ 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 അതെ. അപ്പോൾ ഒരിക്കലും ആളുകൾ മറക്കത്തില്ലല്ലേ? ബ്രാൻഡ് കോൺഷ്യസ്നെസ് എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ബ്രാൻഡായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമല എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല. ഒരു 40 ദിവസം വ്രതം എടുത്ത് സ്ത്രീകളോടൊപ്പം താമസിക്കാതെ മാറി നിന്ന് മാലയിട്ട് അവനെ സ്വാമി എന്ന് വിളിക്കുന്നു. ഇതൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് അല്ലേ? അതിനെ ആരും ചിന്തിച്ചൂടെ? ഇപ്പം പിന്നെ കായംകുളം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, അവിടെ ഒരു ക്ഷേത്രമോ വിഗ്രഹമോ ആരാധനയില്ല അല്ലേ? വിഗ്രഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ അവിടെ. അപ്പോൾ ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റ് അല്ലേ? ഞാൻ ബ്രാൻഡുകളുമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ആളുകളോട് പറയാറുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് പറയാറുണ്ട്. അത് പള്ളികളിലായാലും ക്ഷേത്രങ്ങളിലായാലും ഇപ്പം ഓരോ ക്ഷേത്രത്തിന് പിന്നിലും ഒരു കഥയുണ്ടല്ലോ, എങ്ങനെയാണ് ആ ഒരു വിഗ്രഹം അവിടെ ഉണ്ടായത്. ഇതോടെ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണോ ഒരു കമ്പനി, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റോറി ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ലൈക്ക് ദാറ്റ്. ഇതിലൊക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആൾക്കാർ അവർക്ക് സാധനങ്ങൾ വിൽക്കുകയല്ല, അവർ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് അവർ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത്, അവരുടെ ഈഗോ എപ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് ആ സമയത്താണ് അവർ ആ ബൈയിങ് എന്ന് പറയുന്ന ക്ലാസിക് ഡിസിഷൻ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിൽ ഇതൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ പ്രൊജക്റ്റിൻ്റെ ഹെഡ് ഞാനാണ് എന്ന് പറയുന്ന അതേ ഇതിൽ തന്നെയാണ്. ഞാൻ വെറുതെ ശബരിമല പോകുന്നില്ല, ഞാൻ ഇത്ര ദിവസം വ്രതം എടുത്തിട്ട് പിന്നെ സ്ത്രീകളും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാതെ നമ്മൾ കൃത്യമായി പിന്നെ 41 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് ഭഗവാനെ ദർശിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു എപ്പിറ്റോം ഓഫ് സാക്രിഫൈസാണ്. നമ്മൾ അത്രയും ദിവസം അനുഷ്ഠിച്ച വ്രതത്തിൻ്റെ അതിൻ്റെയൊക്കെ ഒരു മുക്തിയും അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൈവിക ചൈതന്യം കാണുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയും. അപ്പോൾ അതാണ്. പിന്നെ ഈ മതങ്ങളുടെ ഇതൊക്കെ എടുത്തു പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊന്നും ഈ വലിയ അമ്പലങ്ങളും അതൊന്നുമില്ല. നമ്മൾ ഈ ഹിന്ദുയിസത്തിനൊക്കെ ഇത്ര 5000 കൊല്ലത്തേക്ക് പഴക്കമുണ്ട്, അല്ലെ അതിലുപരി പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങൾക്കൊക്കെ 1000-2000 വർഷം പോലും ഇല്ല. അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ കഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബുദ്ധമതം, അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളെ ശ്രീലങ്കയിലോട്ടും മറ്റ് ജപ്പാനിലോട്ടും ചൈനയിലോട്ടും ഒക്കെ വിട്ട് ഹിന്ദുമതം ഏതാണ്ട് നശിക്കാൻ പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് നമ്മുടെ മലയാളിയായ ശങ്കരാചാര്യരുടെ തലയിൽ ഒരു ആശ ഉദിച്ചിട്ട് പുള്ളി അദ്വൈതം എന്ന് പറഞ്ഞാൽ നോൺ ഡ്യൂവലിസമാണ്, രണ്ടില്ല ഒന്നാണ്, ഞാനും ദൈവവും ഒന്നെന്നുള്ളൊരവസ്ഥയിൽ പുള്ളി പിന്നെ അപ്പോൾ ശങ്കരാചാര്യ അങ്ങ് ഹിമാലയം മുതൽ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചണ്ടാളൻ വന്നിട്ട് വഴിമുടക്കി എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ചണ്ടാളനല്ലായിരുന്നു, ഭഗവാൻ ശിവനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും മാറ് നീ മാറ്, ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, ഏത് ഞാനാണ് മാറേണ്ടത്, എൻ്റെ ഈ ശരീരമാണോ മാറേണ്ടത്, ആത്മാവാണോ മാറേണ്ടത്?
അവിടുന്ന് ഇദ്ദേഹം പോയി അദ്ദേഹത്തെ സാഷ്ടാംഗ പ്രണാമമൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ശങ്കരാചാര്യരുടെ തന്നെ ഈ അദ്വൈതത്തെയൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ കൊണ്ടുവന്നത്. ഈ ഒരു ജാതി, ഒരു മതം, പിന്നെ മനുഷ്യനെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഈ മതങ്ങൾ ഉത്ബോധനം ചെയ്തപ്പോഴത്തേക്ക് അവിടെ വിഗ്രഹങ്ങളോ അമ്പലത്തിൻ്റെ വലുപ്പമോ ഒന്നും ഒരു പ്രശ്നമില്ല. ഓച്ചിറയിൽ ഇപ്പം ഈ പാട്ടിലൊക്കെ പറയുന്ന പോലെ പ്രത്യേക രൂപമൊന്നും ഇല്ലാത്ത പിന്നെ അരൂപിയായ നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ഉദ്ദേശിച്ച രൂപമൊന്നുമില്ല. ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണെന്നാണ് പറയുന്നത്. തൂണിലും തുരുമ്പിലും അവിടെ ഇവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ പല മതങ്ങളും ഇപ്പോൾ ഇസ്ലാമിലാണേലും പിന്നെ വിഗ്രഹാരാധനയൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ദൈവത്തിനെ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഭാവത്തിലോ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവം ഇങ്ങനെ എല്ലാത്തിനും ഒമിനിപൊട്ടൻ്റാണ്, ഒമിനിപ്രസൻ്റാണ്. അപ്പോൾ എല്ലാത്തിലും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവർ മക്ക മദീനയൊക്കെ പോകുന്ന പോലെ നമുക്കും അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്ഷേത്രാചാര വിധി പ്രകാരം അമ്പലത്തിലെ താന്ത്രിക വിധി അനുസരിച്ചിട്ട് വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പ്രത്യേക ശക്തി നമ്മളിലോട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാലും അമ്പലത്തിൽ ചെന്നാലും മനുഷ്യൻ അവിടെ ഒരു ബിസിനസ് മൈൻഡോടാണ് പെരുമാറുന്നത്. ഞാൻ നിനക്കിത് തരാൻ ഭഗവാന്, നീ എനിക്കതങ്ങ് ആ ബാർട്ടർ ഡീലുകളുടെ തുടക്കം എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതെ. ശരിക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതാണോ നല്ലത്, അതോ പേഴ്സണൽ ബ്രാൻഡ് അല്ലാതെ കമ്പനി ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതാണോ ഒരു ബിസിനസ്സുകാരന് ഇപ്പോഴും യോഗ്യമായിട്ടുള്ളത്? അത് ഡിപ്പെൻസ് ഓൺ ദ ബിസിനസ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ KFCയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പേഴ്സണൽ ബ്രാൻഡാണോ കമ്പനി ബ്രാൻഡാണോ എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ ഒരു പക്ഷേ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഓവർ എ കോഴ്സ് ഓഫ് ടൈം ആ പേഴ്സണൽ ബ്രാൻഡ് തന്നെ ഒരു കമ്പനി ഇതായതുപോലെയാണ്. അപ്പോൾ ഒരുപാട് ഇതുണ്ട്. ഇപ്പം നമ്മൾ ഈ പെർഫ്യൂംസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റി ആൾക്കാർ അവരുടെ പേരിലൊക്കെ പെർഫ്യൂം ഇതൊക്കെ, പിന്നെ അതിപ്പം പല കമ്പനികളിലും അവരുടെ ഒരു രീതിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ ചോക്ലേറ്റ് ബിസിനസ്, പെർഫ്യൂം ബിസിനസ്സൊന്നും അത്ര സക്സസ്ഫുൾ ആകുന്നില്ല. നമ്മൾ ഇത്ര അധികം കൺസ്യൂമേഴ്സ് ഉള്ള സ്ഥലമാണ്. ഈ പിന്നെ 150 കോടി ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു 30-40% വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്ന എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു സ്വപ്നമാണ്. അപ്പം ഈ 30-40% എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 600 മില്യൺ വരും. ഈ 600 മില്യൺ എന്ന് പറയുന്നത് എൻ്റെ യൂറോപ്പിൻ്റെ പോപ്പുലേഷനാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു, എങ്ങനെ എഫക്റ്റീവായിട്ട് ഇതാക്കുന്നു എന്നുള്ളതാണ്. പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊഡക്റ്റ് നമ്മൾ നമ്മളുടെ ബ്രാൻഡായിട്ട് ഇതാക്കി. ഇപ്പം ഈ കോച്ചിങ്ങിലൊക്കെ തന്നെ 2-3 പേരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നൊരിതുണ്ട്. പക്ഷേ പലപ്പോഴും അതിനേക്കാളും കൂടുതൽ വിജയിക്കുന്ന ഒരാൾ. അതെ, കൂടുതൽ ട്രസ്റ്റ്, അത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലേ? കൂടുതൽ ട്രസ്റ്റ് പേഴ്സണൽ ബ്രാൻഡിലാണോ കമ്പനി ബ്രാൻഡിലാണോ എന്ന് പറയാൻ പറ്റില്ലല്ലേ? ഇതിനകത്ത് ഒരു ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് ഒരു അതോറിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ അയാൾ അക്കൗണ്ടബിളാണ്. അയാൾ പിന്നെ നമുക്ക് എന്താ പറയുക ആൻസറബിളാണ്. അപ്പോൾ ആ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയൊക്കെ കുറച്ച് പേര് ചേർന്ന് ഉത്തരവാദിത്വം എടുക്കുന്നതിനേക്കാളും ഒരു വ്യക്തി ഉത്തരവാദിത്വം എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ കമ്പനികൾക്ക് പല CEOs ഉണ്ടാവാറില്ലല്ലോ, പല MDs ഉണ്ടാവാറില്ല. അപ്പം കാരണം എന്താ വെച്ചാൽ ഈ ലീഡർഷിപ്പ് അല്ലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കെല്ലാവരെയും കേൾക്കാം, പല അഭിപ്രായങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെല്ലാം താരതമ്യം ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റെന്ന് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്നും ഒക്കെ നമുക്ക് തോന്നുന്ന ഒരെണ്ണമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെയാണ് ആ ലീഡർഷിപ്പ് മാറ്റേഴ്സ്.